നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന നാളത്തെ ദിനം 1201 മേടമാസം 18-ാം തീയതി, അതായത് 2026 മെയ് 1-ാം തീയതി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാളത്തെ ദിനത്തിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. ലോക തൊഴിലാളി വർഗ ദിനമാകുന്നു മെയ് 1. അതിനാൽ എല്ലാ മേഖലയിലും പെട്ട കർമ്മകരന്മാർക്ക്, ജോലി ചെയ്യുന്നവർക്ക്, സംസ്കൃതത്തിൽ ജോലിക്കാർക്ക് കർമ്മകരഹ എന്നാണ് പറയുക. അതിനാൽ ലോകത്തിലെ എല്ലാ തൊഴിലാളികൾക്കും ഒരു ശോഭനമായ മെയ് ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നാളെ പൗർണമിയാകുന്നു. നാളെ ചന്ദ്രൻ അങ്ങേയറ്റം ബലവാനായി പൂർണ്ണചന്ദ്രനായി നിൽക്കുന്ന ദിനത്തിനെയാണ് പൗർണമി എന്ന് പറയുക. ചന്ദ്രൻ അപ്രകാരം തൻ്റെ ബലം, തൻ്റെ ആ പ്രകാശം കുറഞ്ഞ് മോശമായി നിൽക്കുന്ന അവസ്ഥയാണ് നാം അമാവാസി എന്നും പറയുക. നാളത്തെ ദിനം വെള്ളിയാഴ്ചയാകുന്നു. നാളെ സൂര്യോദയം കാലത്ത് 6:10-നും സൂര്യാസ്തമനം വൈകിട്ട് 6:33-നുമാകുന്നു തൃശ്ശൂരിൽ. നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. വെള്ളിയാഴ്ച ശുഭദിനമാണ്. ബുധൻ, ഗുരു, ശുക്രൻ, ചന്ദ്രൻ, ഈ 4 ശുഭഗ്രഹങ്ങളാണുള്ളത്. പക്ഷേ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും നാൽക്കാലികളും സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗർഭിണികൾ, യാത്രക്ക് വിലക്കുള്ള ദിവസമാണെന്നറിയണം. നക്ഷത്രം ചോദ്യ നക്ഷത്രമാകുന്നു. വെളുത്ത പക്ഷത്തിലെ ചോദ്യ നക്ഷത്രത്തിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് അനർഘമായ മുത്തായി മാറുന്നു. സ്വാത്യാം സാഗര ശുക്തിപതിതം തൻ മൗക്തികം ജായതേ. ചോദ്യനാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് അമൂല്യമായ മുത്തായി മാറുന്നത്. ഏതായാലും നാളത്തെ ദിനം നല്ല ദിനമാണ്. വെള്ളിയാഴ്ച ശുഭദിനം, ശുഭവാരം, ശുഭനക്ഷത്രം ചോദ്യ നക്ഷത്രം, തിഥി പൗർണമി. പക്ഷേ കാലത്ത് 10:05 വരെ കരണം ഗുണമില്ല, വിഷ്ടികരണമാണ്. 10:05 കഴിഞ്ഞാൽ പിന്നെ സിദ്ധിനാമ കരണമാണ്. അത് നല്ല കരണവുമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ സർപ്പക്ഷേത്രത്തിൽ പോകാൻ ഏറ്റവും ഉത്തമമായ ദിനമാണ്. ചോദ്യ നക്ഷത്രമാണ്. തിരുവാതിര, ചോതി, ചതയം, ഈ നക്ഷത്രങ്ങളിലെ ആധിപത്യമുള്ള ഗ്രഹം രാഹുവാകയാൽ സർപ്പക്ഷേത്രത്തിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും, അപ്രകാരം തന്നെ നാഗയക്ഷി സങ്കേതങ്ങളിൽ ചെയ്യുന്ന വെള്ളിയാഴ്ചയാണ് വഴിപാടുകൾ വളരെ ഗുണമായി ഭവിക്കുന്നതാണ്. നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയം ചിങ്ങൻ രാശിയാണ്, സ്ഥിരരാശിയാണ്. എല്ലാ സ്ഥിരകർമ്മങ്ങൾക്കും വളരെ അനുകൂലമാണെന്ന് അറിയുക. എല്ലാ കർമ്മങ്ങൾക്കും കൂടുതൽ ശ്രേയസ് വരുന്ന സമയമാണ് മേൽ സൂചിപ്പിച്ച സമയം. അത് സിംഹരാശിയാണ്. കാലഹോരയും നല്ല ശുഭഗ്രഹത്തിൻ്റെ കാലഹോരയാണ് ആ ഒരു സമയം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.